ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ ചാനലിലോട്ട് സ്വാഗതം. സോ ഇന്ന് തംബ്നെയിൽ കണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഞാൻ ഇന്ന് ഫേഷ്യൽ ഹെയർ റിമൂവലിൻ്റെ വീഡിയോ ആണ് ചെയ്യുന്നത്. സോ ഞാൻ ഇതുപോലത്തെ കുറേ വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഫേസ് റേസേഴ്സും അതിനെ സംബന്ധിച്ച് വരുന്ന കുറേ ക്വസ്റ്റ്യൻസ് ഉണ്ടാവില്ലേ നമ്മുടെ മനസ്സിൽ. ഈ ഹെയർ റിമൂവ് ചെയ്യുന്നത് നല്ലതാണോ, അത് കൂടുതൽ മുടി വളരാൻ ഇടയാക്കുമോ എന്നൊക്കെയുള്ള കുറേ ഡൗട്ട്സ് നമുക്ക് ഉണ്ടാവും. സോ അതെല്ലാം അഡ്രസ്സ് ചെയ്യുന്നൊരു വീഡിയോ ആണ് കേട്ടോ ഇത്. ഇന്നൊരു പുതിയ ബ്രാൻഡാണ് ട്രൈ ചെയ്യുന്നത്. സിറോണയും പിന്നെ വാവിൻ്റെ അലോവേര ജെല്ലും. ഇതിന് മുൻപ് ഞാൻ ബഞ്ചാറാസിൻ്റെ അലോ ജെല്ലാണ് യൂസ് ചെയ്യുന്നത്. പിന്നെ കായ് റേസേഴ്സും യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ മാർക്കറ്റിൽ കുറേ ഇങ്ങനത്തെ റേസേഴ്സ് അവൈലബിൾ ആണ്. സോ ഈച്ച് നല്ല പേര് കേട്ട ബ്രാൻഡ്സിൻ്റെ എല്ലാം ട്രൈ ചെയ്യണം എന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. സോ നിങ്ങൾക്ക് ഞാൻ റിവ്യൂ പറഞ്ഞു തരാം, ഏത് ബ്ലേഡ്സാണ് ഏത് ഫേസ് റേസേഴ്സാണ് നല്ലതെന്നൊക്കെ. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ബോഡി നല്ല സ്ട്രോങ് ആയിട്ടുള്ളൊരു ബോഡിയാണ് ഈ റേസറിൻ്റെ. കൂടാതെ ഇതിൻ്റെ ബ്ലേഡ്സ് നല്ല നീട്ടവുമുണ്ട്. ലോങ് ആയിട്ടുള്ള റേസേഴ്സാണ്, മീൻസ് ബ്ലേഡ്സാണ് ഇതിൽ വരുന്നത്. ഇത് കൂടുതലും നമുക്ക് PCOD കാര്യങ്ങളും മുഖത്തുണ്ടെങ്കിൽ അതിൻ്റെ ഒരു ഹെയർ എന്ന് പറഞ്ഞാൽ നല്ല സ്ട്രോങ് ആൻഡ് തിക്കായിരിക്കും. അങ്ങനെയുള്ള ഹെയർസ് റിമൂവ് ചെയ്യാൻ ഇത്രയും സ്ട്രോങ് ആയിട്ടുള്ള റേസേഴ്സ് നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും. വാവിൻ്റെ അലോജെല്ലാണ് ഇത്. 99% അലോജെല്ലാണെന്നാണ് കമ്പനി ഇതിൽ എഴുതിയിട്ടുള്ളത്. കൂടാതെ ഇതിൽ സ്മെൽസ് ഇല്ല, പിന്നെ അതിൽ ഒരു തരം ആൽക്കഹോൾ കണ്ടൻസ് ഇല്ല. ചില അലോജെല്ലൊക്കെ ഒരുപാട് കളേഴ്സും പിന്നെ സ്മെല്ലൊക്കെ ഉണ്ടാവും. ഇത് ജസ്റ്റ് ഇങ്ങനെ ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള അലോജെല്ലാണ്. കളേഴ്സോ ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങളൊന്നും ആഡ് ചെയ്തിട്ടില്ല. ഇതിൻ്റെ കൺസിസ്റ്റൻസി ഇതേപോലെ ലിക്വിഡാണ്. ബഞ്ചാറാസിൻ്റെ ഇത് പറഞ്ഞാൽ അതിൽ കുറച്ച് കളറൊക്കെ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ കൂടുതലും തിക്കായിരുന്നു, അത് ജെൽ കൺസിസ്റ്റൻസി ആയിരുന്നു. ഇത് കുറച്ച് റണ്ണി ആയിട്ടുള്ള അലോവേര കൺസിസ്റ്റൻസിയാണ്. ഇതിനൊരു തരം സ്മെല്ലും ഇല്ല. ഈ വാവിൻ്റെ അലോജെൽ ഞാൻ ആക്ച്വലി ഇൻസ്റ്റാമാർട്ടിൽ നിന്നാണ് കേട്ടോ മേടിച്ചത്. ഇൻസ്റ്റാമാർട്ട്, സ്വിഗ്ഗി അവൈലബിൾ ആണെങ്കിൽ അതിലിത് അവൈലബിൾ ആണ്. 99 റുപ്പീസാണ് ഇതിൻ്റെ ഒരു റേറ്റ് വരുന്നത്. സിറോണയുടെ ഫേസ് റേസറും ഞാൻ ഇൻസ്റ്റാമാർട്ടിൽ നിന്ന് തന്നെയാണ് മേടിച്ചത്. അതിന് 99 റുപ്പീസാണ്. ഒരു സിംഗിൾ റേസറിനാണ് കേട്ടോ 99 റുപ്പീസ്. പക്ഷേ നമുക്ക് ഒരു സിംഗിൾ റേസർ തന്നെ 4 തവണയൊക്കെ യൂസ് ചെയ്യാൻ പറ്റും. ഫേസ് ഹെയർ റിമൂവൽ ചെയ്യുന്നത് നമ്മുടെ സ്കിന്നിലെ അനാവശ്യമായിട്ടുള്ള രോമങ്ങൾ പോവാനും കൂടാതെ ഡെഡ് സ്കിൻ റിമൂവ് ചെയ്യാനും നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുന്നൊരു കാര്യമാണ്. നമ്മുടെ മുഖം നന്നായിട്ട് ടാനൊക്കെ ആയിട്ടുണ്ടെങ്കിൽ ഈ റേസർ കൊണ്ട് യൂസ് ചെയ്യുമ്പോൾ ഉണ്ടല്ലോ നമുക്ക് കാണാൻ പറ്റും, അതിലിങ്ങനെ ഡാർക്ക് ആയിട്ടുള്ള നമ്മുടെ സ്കിൻ അതിൽ വരുന്നതായിട്ട് കാണാൻ പറ്റും കേട്ടോ, ഡെഡ് സ്കിൻ. സോ ഞാനിത് റിമൂവ് ചെയ്ത് കഴിയുമ്പോഴേക്കും എൻ്റെ സ്കിന്ന് കുറച്ച് ടാൻ ആയിട്ടുണ്ട്. കുറച്ച് ദിവസമായിട്ട് ഞാൻ വെയിലത്തൊക്കെ പോകേണ്ട ഒരു ആവശ്യങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു. സോ എൻ്റെ സ്കിന്നിൽ കുറച്ചൊരു ടാനിങ് ഒക്കെ വന്നിട്ടുണ്ട്. ഇതുകൊണ്ട് ഞാൻ ഹെയർ റിമൂവ് ചെയ്തപ്പോൾ ഉണ്ടല്ലോ എനിക്ക് മനസ്സിലായത് ആ ഒരു ഡെഡ് സ്കിന്നൊക്കെ നല്ല രീതിയിൽ ഇത് എടുക്കുന്നുണ്ട്. ഈ ഒരു ബ്ലേഡ് അത്രയും സ്ട്രോങ് ആയിട്ടുള്ളൊരു ബ്ലേഡാണ്. എന്നാൽ നമുക്ക് ഒരു തരത്തിലും ഹാം ചെയ്യാത്ത തരത്തിലുള്ള ബ്ലേഡാണ് കേട്ടോ. ഫേസ് റേസർ യൂസ് ചെയ്യുന്നത് കൊണ്ട് ഒരുപാട് ഗുണങ്ങളുണ്ട്. ഹെയർ റിമൂവൽ മാത്രമല്ല, നമ്മളുടെ ടാൻഡ് ആയിട്ടുള്ള സ്കിന്നെല്ലാം റിമൂവ് ആയിട്ട് നല്ലൊരു ലൈറ്റായിട്ടുള്ള സ്കിൻ എക്സ്പോസ് ആവും. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഷേവ് ചെയ്ത് കഴിയുമ്പോൾ എന്തായാലും സൺസ്ക്രീൻ മസ്റ്റായിട്ട് യൂസ് ചെയ്യണം. ഇത് യൂസ് ചെയ്യാൻ പാടില്ലാത്തൊരു വിധമാണ് മുകളിലോട്ട് ഡ്രാഗ് ചെയ്യുന്നത്. നമ്മുടെ ഹെയറൊക്കെ താഴോട്ടല്ലേ വളരുന്നത്, അതുകൊണ്ട് തന്നെ താഴോട്ട് തന്നെ ഇതേപോലെ ഫേസ് റേസേഴ്സ് ഡ്രാഗ് ചെയ്യുക. കൂടാതെ കണ്ണിൻ്റെ അടിയിൽ ആക്റ്റീവ് പിമ്പിൾസിൽ, റാഷസിൽ, അലർജിക് ആയിട്ടുള്ള സ്കിന്നാണെങ്കിലൊന്നും നിങ്ങൾ റേസേഴ്സ് യൂസ് ചെയ്യരുത്. ഇതേപോലെ സ്കിന്നൊന്ന് സ്ട്രെച്ച് ചെയ്ത് കൊടുത്തിട്ട് താഴോട്ടൊന്ന് ഡ്രാഗ് ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്ക് കാണാൻ പറ്റും ഹെയർസ് മാത്രമല്ല അലോജെല്ലിൻ്റെ കൂടെ എൻ്റെ ഡെഡ് സ്കിൻസും പോരുന്നുണ്ട്. അത് നമ്മളിപ്പോൾ കയ്യിൽ ഇങ്ങനെ വൈപ്പ് ചെയ്ത് നോക്കുവാണെങ്കിൽ കാണാൻ പറ്റും ഒരു ഡാർക്ക് ബ്രൗണിഷ് ഷെയ്ഡ് ഉണ്ടാകും. അത് നമ്മുടെ ഡെഡ് സ്കിൻസ് ആണ് കേട്ടോ. ഈ ഡെഡ് സ്കിൻ പോകുമ്പോൾ തന്നെ നമ്മുടെ ഫേസിലെ സ്കിന്ന് നല്ല ബേബി സോഫ്റ്റ് ആയിട്ടുണ്ടാകും. നമ്മൾ ടച്ച് ചെയ്യുമ്പോൾ നമുക്ക് ഫീൽ ചെയ്യും കേട്ടോ. മുൻപത്തെ പോലെ ആയിരിക്കില്ല സ്കിന്ന്, നല്ല സോഫ്റ്റ് ആയിരിക്കുള്ളൂ. കൂടാതെ നമ്മൾ പിന്നീട് അപ്ലൈ ചെയ്യുന്ന കോസ്മെറ്റിക് പ്രൊഡക്ട്സൊക്കെ നല്ല രീതിയിൽ അത് അബ്സോർബ് ചെയ്യുകയും ചെയ്യും. പിന്നെ മേക്കപ്പ് ഇടാൻ നേരത്ത് ഇതേപോലെ ഹെയർ റിമൂവ് ചെയ്യുക. ഞാനൊരു മേക്കപ്പ് ആർട്ടിസ്റ്റ് കൂടിയാണ്. സോ ഞാൻ എൻ്റെ ബ്രൈഡ്സിന് ഇതേപോലെ ഫേസിൽ ഹെയർ ഉണ്ടെങ്കിൽ ഞാൻ അവരോട് റെക്കമെൻഡ് ചെയ്യാറുണ്ട്, നിങ്ങൾ ഹെയർ റിമൂവ് ചെയ്യുകയാണെങ്കിൽ മേക്കപ്പ് കൂടുതൽ ഫ്ലോലെസ് ആയിട്ടിരിക്കും. ഇല്ലെങ്കിൽ എന്ത് പറ്റുമെന്ന് വെച്ചാൽ നമ്മുടെ ഈ മീശയുടെയും പിന്നെ സൈഡിലൊക്കെയുള്ള ഹെയർസിലൊക്കെ മേക്കപ്പിൻ്റെ ഫൗണ്ടേഷൻ പറ്റിപ്പിടിച്ചിരിക്കും. അത് ശരിക്കും പറഞ്ഞാൽ അത് പാച്ചി ആക്കാനുള്ളൊരു ചാൻസ് കൂടുതലാണ്. സോ നിങ്ങൾക്ക് ഹെയർ റിമൂവ് ചെയ്ത് കഴിഞ്ഞിട്ട് അപ്ലൈ ചെയ്ത് നോക്കൂ മേക്കപ്പ്, നല്ലൊരു ഡിഫറൻസ് നിങ്ങൾക്ക് ഫീൽ ചെയ്യും കേട്ടോ. ഏറ്റവും കൂടുതൽ ഫേസ് ഹെയർസ് വരാൻ ചാൻസ് ഉള്ളത് PCOD ഉള്ള സ്ത്രീകൾക്കാണ്. സോ PCOD നമുക്കറിയാൻ പറ്റും, അത് ഉള്ളതുകൊണ്ട് തന്നെ ചിന്നിൻ്റെ ഏരിയയിലും കാര്യങ്ങളിലൊക്കെ നല്ല തിക്കായിട്ടുള്ള
ഇങ്ങനെ രോമങ്ങൾ ഉണ്ടാവും, കുറ്റി കുറ്റി പോലത്തെ ഉള്ള രോമങ്ങൾ വരാനാണ് കൂടുതലും ചാൻസ്. സോ സിറോണയുടെ ഈ ഒരു റേസേഴ്സ് അങ്ങനത്തെ ഹെയർസിന് നല്ലതായിരിക്കും കേട്ടോ. സാധാരണ രീതിയിൽ ഞാൻ ഉപയോഗിച്ചിട്ടുള്ളത് വളരെ ഡെലിക്കേറ്റ് ആയിട്ടുള്ള ബ്ലേഡ്സ് ഉള്ളതാണ്. അതൊക്കെ ഇതേപോലെ തിക്കായിട്ടുള്ള ഹെയർസ് റിമൂവ് ചെയ്യാനായിട്ട് അത്രയ്ക്ക് അങ്ങ് ഹെൽപ്ഫുൾ ആവില്ല. പക്ഷേ ഇതിൻ്റെ ബോഡി എന്ന് പറഞ്ഞാൽ നല്ലൊരു തിക്കായിട്ടുള്ള സ്ട്രോങ് ആയിട്ടുള്ള ബിൽഡാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് PCOD കാരണമുള്ള താടിയിൽ വരുന്ന രോമങ്ങളൊക്കെ പെട്ടെന്ന് റിമൂവ് ചെയ്യാനായിട്ട് ഇങ്ങനത്തെ ബ്ലേഡ്സ് ഹെൽപ്പ് ചെയ്യും. ഇതിന് 100 രൂപയാണ് വരുന്നത്. 100 രൂപയാണെന്ന് വെച്ചിട്ട് നമുക്കിത് 4 തവണയൊക്കെ യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ. സോ മന്ത്ലി ഞാനൊരു ട്വൈസ് അല്ലെങ്കിൽ ത്രൈസ് ഷേവ് ചെയ്യാറുണ്ട്. പിന്നെ എല്ലാവർക്കും തോന്നുന്ന ഒരു ഡൗട്ടാണ്, ഈ ഹെയർ റിമൂവ് ചെയ്യണ കൊണ്ട് നമുക്ക് ഇരട്ടിയായിട്ട് മുടി വളരുമെന്നുള്ളത്. നമ്മുടെ ഹെയർ ഗ്രോത്ത് ഡിറ്റർമൈൻ ചെയ്യുന്നത് നമ്മുടെ ഹോർമോൺസ് ആണെന്ന് നിങ്ങൾക്കറിയാലോ. സോ സയൻസിൽ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരിക്കും. ഈ ഹോർമോൺസ് കാരണമാണ് നമുക്ക് ഫേസിലൊക്കെ ഹെയർ ഇത് വരുന്നത്. കൂടാതെ ജനറ്റിക് ഫാക്ടേഴ്സും, ഇപ്പോൾ അച്ഛനോ അമ്മക്കോ കൂടുതൽ രോമമുള്ള ശരീരമാണെങ്കിൽ നമുക്കും ആ ഒരു ജീൻ കിട്ടിയിട്ടുണ്ടാവും. അങ്ങനെ നമ്മുടെ മുഖത്തും മീശ പോലെയും താടി പോലെയൊക്കെ ഈ ഹെയർ ഗ്രോത്ത് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. പിന്നെ ഉള്ളത് ലൈഫ് സ്റ്റൈൽ ഡിസീസസ് ആണ്. PCOD പോലുള്ള കാര്യങ്ങളുണ്ടെങ്കിൽ ഹോർമോണൽ ഇംബാലൻസ് സംഭവിക്കുന്നത് കൊണ്ട് തന്നെ നമുക്ക് ഇങ്ങനത്തെ ഹെയർ ഗ്രോത്ത് ഉണ്ടാവാം. ഈ PCOD കാരണം വരുന്ന ഹെയർ ഗ്രോത്ത് എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടി തിക്കായിട്ടുള്ള രോമങ്ങളായിരിക്കും അവർക്ക് വരുന്നത്. സോ ഇതേപോലെ ഫേസ് ഹെയർസ് റിമൂവൽ ആയിരിക്കുള്ളൂ കൂടുതൽ ഉചിതം. പെർമനൻ്റ് ആയിട്ട് റിമൂവൽ നോക്കുന്നുണ്ടെങ്കിൽ ലേസർ പോലുള്ള ട്രീറ്റ്മെൻറ്റ്സ് എടുക്കേണ്ടി വരും. ബട്ട് മോസ്റ്റ് ഓഫ് ദ ടൈം നമുക്ക് ലേസേഴ്സൊക്കെ കുറേ സിറ്റിങ്സിനൊക്കെ ഒരുപാട് റേറ്റ് ആകും. സോ ഇതാണ് ഏറ്റവും കൺവീനിയൻ്റ് ആയിട്ടുള്ളൊരു മെത്തേഡും. നമുക്ക് ഇപ്പോൾ എപ്പോൾ വേണമെങ്കിലും ഒരു റേസർ നമ്മുടെ കയ്യിൽ കരുതിയിട്ടുണ്ടെങ്കിൽ എവിടെ വെച്ചാണെങ്കിലും നമുക്ക് ഇങ്ങനെ ഫേസ് ഹെയർ റിമൂവ് ചെയ്യാവുന്നതാണ്. കൂടാതെ ഒരു അഫോർഡബിൾ ഓപ്ഷനും കൂടിയാണ് ഫേസ് ഹെയർ റേസേഴ്സ്. എൻ്റെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ് എന്ന് പറയുകയാണെങ്കിൽ എനിക്ക് ഫേസ് റേസർ ഉപയോഗിച്ചതിൽ പിന്നീട് കൂടുതൽ ഹെയർ ഒന്നും വളർന്നതായിട്ട് തോന്നിയിട്ടില്ല. പക്ഷേ എൻ്റെ ഫേസ് ഹെയർ എങ്ങനെയാണോ ഉണ്ടായിരുന്നത് അതുപോലെ തന്നെ പിന്നീട് വരുന്നതായിട്ട് ഞാൻ നോട്ടീസ് ചെയ്തിട്ടുണ്ട്. അതായത് ഇത് യൂസ് ചെയ്യണ കൊണ്ട് ഹെയർ ഗ്രോത്ത് കുറയില്ല, നമുക്ക് എങ്ങനെയാണോ ഗ്രോത്ത് ഉണ്ടായിരുന്നത് അതുപോലെ തന്നെ വന്നുകൊണ്ടേയിരിക്കും. കൂടാതെ ഫേസ് റേസർ ആദ്യമായിട്ട് യൂസ് ചെയ്യുന്ന ഒരാളാണ് നിങ്ങളെങ്കിൽ രണ്ടാമത് വളരുന്ന ഹെയർസ് ഉണ്ടല്ലോ അത് കുറച്ച് തിക്കായിട്ട് നിങ്ങൾക്ക് തോന്നും. ഒരു ഇല്യൂഷൻ മാതിരിയാണ്. കാരണം നമ്മളുടെ ഹെയറിൻ്റെ ഷാഫ്റ്റിൽ നിന്നാണല്ലോ നമ്മളിത് കട്ട് ചെയ്തെടുക്കുന്നത്. സോ പിന്നീട് ആ ഷാഫ്റ്റ് കുറച്ച് തിക്കായിട്ടായിരിക്കും പുറത്തോട്ട് വളരുന്നത്. അത് നമ്മൾ കാണുമ്പോൾ വിചാരിക്കും ഇത് തിക്കായിട്ടാണല്ലോ ഹെയർ വരുന്നതെന്നൊക്കെ. പക്ഷേ അത് ഗ്രാജ്വലി നമ്മളുടെ പഴയ ഫൈനായിട്ടുള്ള ഹെയർസിലോട്ട് അത് മാറും കേട്ടോ. സോ വൺ ടൈം ഷേവിങ് കൊണ്ട് നമ്മുടെ ഹെയർ ഒന്നും റിമൂവ് ആവില്ല. ഇത് നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ചെയ്ത് കൊടുക്കേണ്ട ഒരു കാര്യമായിരിക്കും കേട്ടോ. പക്ഷേ എനിക്കിത് ചെയ്യുന്നത് ഒരുപാട് ഇഷ്ടമാണ്. അതുകൊണ്ട് തന്നെ ഇതെൻ്റെ ഒരു സെൽഫ് കെയർ റുട്ടീനായിട്ടാണ് ഞാൻ കരുതുന്നത്. എനിക്ക് ഹെയർ റിമൂവൽ മാത്രമല്ല, ഇതുകൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് എൻ്റെ ഒരു സോഫ്റ്റ് സ്കിൻ എക്സ്പോസ് ആവാനും പിന്നെ ടാൻസ് ഒക്കെ റിമൂവ് ആവാനും കൂടിയാണ്. സോ അതിനെല്ലാം എനിക്ക് ഈ ഒരു റേസർ യൂസേജ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ കൂടെ ഏറ്റവും നന്നായിട്ട് പെയറപ്പ് ചെയ്യാൻ പറ്റുന്നൊരു കാര്യമാണ് അലോവേര ജെല്ല്. ജെല്ല് അലർജിയുള്ള ആളുകളാണെങ്കിൽ നിങ്ങൾക്ക് തിക്കായിട്ടുള്ള ലോഷൻസോ അല്ലെങ്കിൽ സാധാരണ വെള്ളം ഉപയോഗിച്ചാണെങ്കിൽ കൂടി നിങ്ങൾക്കിത് റേസർ യൂസ് ചെയ്യാവുന്നതാണ്. സോ ഞാൻ എങ്ങനെയാണ് പിരികം ഇതേ സെയിം റേസർ കൊണ്ട് ചെയ്യുന്നതെന്നാണ് ഇപ്പോൾ കാണിച്ചു തരുന്നത്. നമ്മുടെ താഴെ ഉണ്ടാകുന്ന എക്സ്ട്രാസൊക്കെ ഇതേപോലെ ടിപ്പ് കൊണ്ട് ഒന്ന് സ്ട്രെച്ച് ചെയ്ത് കൊടുക്കുക കേട്ടോ. പിരികം ഇതേപോലെ സ്ട്രെച്ച് ചെയ്ത് കൊടുത്തിട്ട് താഴോട്ട് വലിച്ച് അത് റിമൂവ് ചെയ്യാം. പിരികത്തിൻ്റെ അടുത്ത സ്കിന്നിന് കുറച്ച് സാഗി ആയിരിക്കുള്ളൂ. സോ നല്ലപോലെ സ്ട്രെച്ച് ചെയ്ത് കൊടുത്തിട്ട് വേണം, ഇല്ലെങ്കിൽ കട്ട്സ് വരാനായിട്ടുള്ള ചാൻസ് കൂടുതലാണ്. ഇതേപോലെ ടിപ്പ് ഉപയോഗിച്ച് വേണം നമ്മൾ താഴത്തെ ഹെയർസൊക്കെ റിമൂവ് ചെയ്ത് കൊടുക്കാൻ. നിങ്ങളുടെ കയ്യിൽ കൺമഷിയോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ, പെൻസിൽ കൺമഷി ഉണ്ടെങ്കിൽ നിങ്ങൾക്കൊരു ഔട്ട്ലൈൻ കൊടുക്കാം. എന്നിട്ട് ഔട്ട്ലൈനിൽ പുറത്തുള്ള ഹെയർസ് ഇതേപോലെ റിമൂവ് ചെയ്താൽ മതി. ഞാനിത് സെപ്പറേറ്റ് ആയിട്ടുള്ളൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് കേട്ടോ, എങ്ങനെയാണ് ഹെയർ റിമൂവൽ ചെയ്യേണ്ടത് ഫേസ് റേസർ കൊണ്ടെന്നുള്ളത്. സോ നിങ്ങൾക്ക് ആ വീഡിയോസ് കാണണമെങ്കിൽ എൻ്റെ ചാനലിൽ അപ്ലോഡഡ് ആണ്. ഇതേപോലെ താഴത്തെ എക്സ്ട്രാസ് കളഞ്ഞിട്ട് മുകളിലത്തെ ഷേപ്പ് കൊടുക്കാം. മുകളിലത്തെ ഹെയർസാണ് നമ്മൾ ആക്ച്വലി ഷേപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുന്നത്. സോ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഫുൾ ബ്ലേഡ് ഇതേപോലെ നമ്മുടെ നെറ്റിയുടെ മുകളിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് താഴോട്ടൊന്ന് ഡ്രാഗ് ചെയ്ത് കൊടുക്കുക. ഡ്രാഗ് ചെയ്യുക, സ്റ്റോപ്പ് ചെയ്യുക, ഡ്രാഗ് ചെയ്യുക, സ്റ്റോപ്പ് ചെയ്യുക. ഇതേപോലത്തെ മോഷനിൽ വേണം പോവാൻ. ഒറ്റയടിക്ക് നിങ്ങൾ ഷേപ്പ് കൊടുക്കാൻ നോക്കരുത്. മീൻസ് നമുക്ക് എന്തെങ്കിലുമൊക്കെ കൂട്ടിയും കുറയ്ക്കുകയും വേണമെങ്കിൽ മിസ്റ്റേക്ക് വരാനുള്ള ചാൻസ് കൂടുതലാണ്. വൺസ് ഷേവ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അടുത്ത ഒരു ഹെയർ വളരുന്ന വരെയും പിരികത്തിൻ്റെ കാത്തിരിക്കേണ്ടി വരും. സോ നമ്മൾ സ്ലോലി ആൻഡ് സ്റ്റഡിലി വേണം ഈ ഒരു പ്രോസസ്സ് ചെയ്ത് കൊടുക്കാൻ. കണ്ടോ, ഞാൻ ടിപ്സ് കൊണ്ട് ഇതേപോലെ താഴോട്ടേക്ക് വലിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ആ എക്സ്ട്രാ ഹെയർസൊക്കെ വേഗം തന്നെ റിമൂവ് ആയിട്ട് വരും.
ഈ ഒരു റേസർ കൊണ്ട് ചെയ്യുന്ന സ്റ്റാർട്ടിങ് ടൈം മുതൽ പിന്നീട് ഞാൻ ബ്യൂട്ടി പാർലറിലൊന്നും പോയിട്ടില്ല കേട്ടോ. ഞാൻ സ്വയമേ വീട്ടിൽ നിന്ന് തന്നെയാണ് ഐബ്രോസ് ഷേപ്പ് ചെയ്യാറുള്ളത്. നമുക്ക് ബ്യൂട്ടി പാർലറിൽ പോയ അതേ രീതിയിൽ തന്നെ റേസർ കൊണ്ട് തന്നെ ചെയ്യാൻ പറ്റുന്നതാണ്. ബട്ട് ഇതിന് കുറച്ച് പ്രാക്ടീസ് അത്യാവശ്യമുണ്ട്. നിങ്ങൾ നല്ലപോലെ പ്രാക്ടീസ് ചെയ്തിട്ട് വേണം ഇതൊന്ന് യൂസ് ചെയ്യാനായിട്ട്. സോ താഴോട്ട് ഞാൻ ഇതേപോലെ ഡ്രാഗ് ചെയ്ത് കൊടുക്കുകയാണ്. ഡ്രാഗ് ചെയ്തിട്ട് നമ്മുടെ പിരികം എവിടെയാണോ തുടങ്ങുന്നത് അവിടെ വെച്ചിട്ട് സ്റ്റോപ്പ് ചെയ്ത് കൊടുക്കാം. ഇതേപോലെ ഒന്ന് ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്ത് ഡ്രാഗ് ചെയ്ത് കൊടുത്താൽ മതി. ഒരുപാട് താഴോട്ടേക്ക് വലിക്കരുത്. സോ എനിക്ക് ഇത്രയും ഒരു ഷേപ്പ് മതി. ഞാൻ ഓൾറെഡി കുറച്ച് ഷേപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. ബട്ട് ഇത് മുടി കിളിർത്ത് വന്നേക്കുന്നത് കുറച്ചേ ഉള്ളൂ. അതുകൊണ്ട് ഞാൻ ഈ ഒരു ഷേപ്പിൽ നിർത്താണ്. സോ സ്റ്റാർട്ടിങ്ങും ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ ഷേപ്പ് കൊടുക്കാൻ. അതായത് ഇതേപോലെ ബ്ലേഡ് ടച്ച് ചെയ്തിട്ട് താഴോട്ട് വലിക്കുക. ഒന്നും കൂടി കാണിച്ചു തരാം. ഇതേപോലെ ബ്ലേഡ് എഡ്ജിൽ ടച്ച് ചെയ്ത് കൊടുത്തിട്ട് താഴോട്ട് നോക്കുക. താഴോട്ട് വലിച്ചു കൊടുത്താൽ മതി. സോ അതും ഒരു ഷേപ്പായിട്ട് കിട്ടും കേട്ടോ. നിങ്ങളിങ്ങനെ എക്സ്ട്രാസൊക്കെ കാണുകയാണെങ്കിൽ ടിപ്പ് കൊണ്ട് തന്നെ താഴോട്ട് ഡ്രാഗ് ചെയ്ത് അത് റിമൂവ് ചെയ്ത് കൊടുക്കുക. എപ്പോഴും സ്ലോ മോഷനിൽ ചെയ്യാൻ നോക്കുക. സ്പീഡിൽ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കത് ഷേവിങ് ആയിട്ട് മീൻസ് വടിച്ച് പോയാൽ അതൊരു ഇഷ്യൂ ആവാൻ ചാൻസ് ഉണ്ട്. ഇതേപോലെ എൻഡിലുള്ള ഹെയർസൊക്കെ കട്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് ബ്യൂട്ടി പാർലറിൽ പോയി ചെയ്ത അതേ ഫീല് കിട്ടും കേട്ടോ. ആ എണീറ്റ് നിൽക്കുന്ന പോലത്തെ ഹെയർസ് ഉണ്ടല്ലോ പിരികത്തിൽ, അത് മാത്രമാണ് കട്ട് ചെയ്ത് കൊടുക്കേണ്ടത്. സോ ഇതേപോലത്തെ ഒരു ഷേപ്പ് കിട്ടും. ഫേസ് ഹെയർ റിമൂവൽ ചെയ്ത് കഴിഞ്ഞാൽ ബ്ലേഡ് നല്ലപോലെ സോപ്പിട്ട് കഴുകിയിട്ട് ഡ്രൈ ആയിട്ടുള്ള ഒരു ഏരിയയിൽ വെക്കണം കേട്ടോ. തണുത്തിട്ടുള്ള ഈർപ്പം കൂടുതലുള്ള സ്ഥലങ്ങളിൽ വെക്കരുത്. അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ ബ്ലേഡ് തുരുമ്പടിച്ച് പോകാനുള്ള ചാൻസ് കൂടുതലാണ്. കൂടാതെ ബ്ലേഡ് ഒരുപാട് നേരം വൈപ്പ് ചെയ്യരുത്. കയ്യിലും ഇങ്ങനെ വൈപ്പ് ചെയ്യുന്ന മോഷനിലാക്കുകയാണെങ്കിൽ ബ്ലേഡിൻ്റെ ആ ഒരു ഷാർപ്നെസ് കുറയും. സോ എൻ്റെ പിരികം ഞാൻ ഓൾമോസ്റ്റ് ഷേപ്പ് ചെയ്ത് കഴിഞ്ഞു. എനിക്ക് ഒരുപാട് ഷേപ്പ് ചെയ്യുന്ന ആവശ്യം ഉണ്ടായിരുന്നില്ല. ജസ്റ്റ് ഒരു എക്സ്ട്രാസൊക്കെ ഞാൻ എടുക്കുന്നുണ്ടായിരുന്നുള്ളൂ. സോ അത് ഇത്രയും കൊണ്ട് ഞാൻ നിർത്താണ് എൻ്റെ പിരികത്തിൻ്റെ ഷേപ്പിങ്. ഷേവ് ചെയ്ത് കഴിഞ്ഞിട്ട് സൺസ്ക്രീൻ ഇടാൻ മറക്കരുത്. കൂടാതെ ഞാൻ ഷേവ് ചെയ്ത് കഴിയുമ്പോൾ എപ്പോഴും സെറമൈഡ്സോ അല്ലെങ്കിൽ നല്ല ഒരു മോയ്സ്ചറൈസേഴ്സോ അപ്ലൈ ചെയ്ത് കൊടുക്കാറുണ്ട്. സോ ഞാനിവിടെ യൂസ് ചെയ്യാൻ പോകുന്നത് സെറാവയുടെ മോയ്സ്ചറൈസറാണ്. സെറമൈഡ്സ് നമ്മുടെ സ്കിന്നിനെ ഹീൽ ചെയ്യാനായിട്ട് നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും. സോ ബ്ലേഡ് യൂസ് ചെയ്യാനായിട്ടൊക്കെ കുറച്ച് ഹാർഷായിട്ടുള്ളൊരു മെത്തേഡാണല്ലോ. അതുകൊണ്ട് തന്നെ സ്കിന്നിനെ ഇതേപോലത്തെ സെറമൈഡ്സ് കൊടുത്ത് നന്നായിട്ട് ഹീൽ ചെയ്യാൻ നോക്കുക. അപ്പോൾ പിന്നീട് ഉണ്ടാകുന്ന ഡാമേജുകളിൽ നിന്നൊക്കെ ഈ ഒരു ക്രീം നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യും. കൂടാതെ എൻ്റെ കമൻസിൽ എപ്പോഴും വരുന്നൊരു ഡൗട്ടാണ് ഷേവ് ചെയ്ത് കഴിയുമ്പോൾ ബംസും കുരുക്കളും വരുന്നു എന്നുള്ളത്. നമ്മുടെ ഫേസ് റേസർ എപ്പോഴും നല്ല ക്ലീൻ ആയിട്ടുള്ളത് വേണം യൂസ് ചെയ്യാൻ. കൂടാതെ ഫേസ് വാഷ് ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങൾ നല്ല എക്സ്ഫോളിയേറ്റിംഗ് ആയിട്ടുള്ള ഫേസ് വാഷ് യൂസ് ചെയ്യണം. അതായത് സാലിസിലിക് ആസിഡ്, ലാക്റ്റിക് ആസിഡ് ഇങ്ങനത്തെ എക്സ്ഫോളിയേറ്റിംഗ് ആയിട്ടുള്ള ആസിഡ്സ് ഉള്ള ഫേസ് വാഷ് യൂസ് ചെയ്യുക. കാരണം നമ്മുടെ ഡെഡ് സ്കിന്നും ഹെയർ ഫോളിക്കലിൽ വന്നിട്ടുള്ള കുരുക്കളാവാം അത്. സോ അത് റിമൂവ് ചെയ്യാനായിട്ട് ഇതേപോലത്തെ ഫേസ് വാഷ് യൂസ് ചെയ്യുക. കൂടാതെ മോയ്സ്ചറൈസറും നല്ലപോലെ അപ്ലൈ ചെയ്യണം. നമ്മുടെ സ്കിന്ന് ആക്നെ പ്രോൺ ആണെങ്കിൽ ജസ്റ്റ് ഫസ്റ്റ് ഒന്ന് ട്രൈ ചെയ്തിട്ട് വേണം കേട്ടോ ഫുൾ ഫേസ് യൂസ് ചെയ്യാൻ. നിങ്ങൾക്ക് ഫേസ് ഷേവിംഗ് ആയിട്ട് ബന്ധപ്പെട്ട ചോദ്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ അറിയിക്കുക. കൂടാതെ ഈ ഒരു വീഡിയോക്ക് തംസ് അപ്പ് കൊടുക്കുക. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. ഈ സിറേനയുടെ ഈ റേസർ ഉണ്ടല്ലോ ഞാൻ 10 out of 10 കൊടുക്കും. കാരണം എനിക്കിത് ഒരുപാട് ഇഷ്ടപ്പെട്ടു. 100 rupees എല്ലായിടത്തും അവൈലബിൾ ആണ്. ആമസോൺ, നൈക്ക, ഇൻസ്റ്റമാർട്ടിൽ വരെ അവൈലബിൾ ആണ്. കൂടാതെ അലോജെൽ വൗവിൻ്റെയാണ് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. സോ ഇനി നിങ്ങൾക്ക് ഇതേപോലത്തെ വീഡിയോസ് കാണണമെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.